നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ വിചാരണ പോലുമില്ല, ചോദ്യം പോലുമില്ല, ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. ആ 70,000-ൽ മറ്റൊരു ഹദീസിൻ്റെ റിവായത്ത് പ്രകാരം ഓരോ 1000-ൻ്റെ കൂടെയും മറ്റൊരു 70,000 ഉണ്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യാണ്, ആരാണ് ഈ 70,000 ആളുകൾ? മുസ്ലിമീങ്ങളായി ജനിച്ചവരാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളാണ് എന്നൊക്കെ അവരിങ്ങനെ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അത് അള്ളാഹുവിൽ തവക്കലാക്കുന്ന, ചൂട് വെച്ചുകൊണ്ടൊരു തരം പ്രത്യേക ചികിത്സ ചെയ്യാത്ത, മന്ത്രിക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടാത്ത, വലാ യസ്തർഖുൻ, മന്ത്രിക്കാത്തവർ എന്നല്ല, മന്ത്രിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാതെ സ്വയം തന്നെ മന്ത്രിക്കുന്ന ആളുകൾ, വലാ യതതയ്യറൂൻ, ശകുനം നോക്കാത്തവർ. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഫഖാമ ഇലൈഹി ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നബീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവണം. കാമ ഇലൈഹി, ഇവിടെ കാമ എന്നല്ല പറഞ്ഞത്, കാമ ഇലൈഹിന, നബീൻ്റെ അടുത്തേക്ക് ഒരൊറ്റ കുതിക്കലാണ് ഇദ്ദേഹം. എന്നിട്ട് എന്താ പറയുന്നത്? ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ 70,000-ൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. എത്ര പെട്ടെന്നാണ് അത് മനസ്സിലേക്ക് പതിഞ്ഞത്. നബീൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറയാണ്, നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം, ഈ 70,000-ൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ. കാരണം വിചാരണ അല്ലാതെ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോൾ ടെൻഷൻ ഫ്രീ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് വഹിയില്ലാതെ പറയൂല, വഹിയിലൂടെ സ്ഥിരപ്പെട്ടു. ആ തിരക്കായിരുന്നു അതിന് കാരണം എന്നാണ്, ആ ധൃതിയായിരുന്നു ആ കാരണം. അവരിൽ ഉൾപ്പെടുത്തപ്പെട്ടു. പിന്നീട് മറ്റൊരാൾ എഴുന്നേറ്റ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ മുൻകടന്നു. അത് ഉക്കാശക്ക് പോയി. രണ്ടാമത്തെ ആളും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സബഖക ബിഹാ ഉക്കാശ, അത് ഉക്കാശ റളിയല്ലാഹു തആല അൻ കൊണ്ടുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.